നമസ്കാരം. ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പള്ളി. നമ്മുടെ എറണാകുളം ജില്ല തീരദേശവും അതോടൊപ്പം തന്നെ മലയോരവും ഇടകലർന്ന ഒരു ജില്ലയാണ്. ഇന്ന് തീരദേശ മേഖലയിൽ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ നിരവധിയായ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് വേലിയേറ്റം മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ്. പലപ്പോഴും ഇത്തരം കാലാവസ്ഥയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന വിദഗ്ധർക്ക് പോലും മനസ്സിലാകാത്ത തരത്തിൽ നമ്മുടെ നാടിനകത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് സാധാരണ ജനങ്ങളുടെ ജീവിതം പോലും ദുസ്സഹമാക്കുന്ന രീതിയിലാണ് വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന കെടുതികളും മറ്റു പ്രശ്നങ്ങളുമൊക്കെ. അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ദൗത്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരണമെന്നില്ല. സർക്കാർ ഇതര ഏജൻസികളുടെയും പ്രവർത്തനങ്ങളും സഹായവും ഉണ്ടെങ്കിൽ തീരദേശ പ്രദേശങ്ങളെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. നിരവധിയായ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഉയർത്തുന്ന ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. നമുക്കറിയാം, ചെല്ലാനം അതുപോലെ തന്നെ പൈപ്പിൻ മേഖലയിലൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് ചിലവാക്കേണ്ടി വരുന്ന സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതുകൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരം ഇതുവരെ നമുക്ക് നമ്മുടെ ജില്ലയ്ക്കകത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിരവധിയായ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ഗ്രാമങ്ങൾക്കകത്തും, പടിഞ്ഞാറൻ മേഖലയിലെ എല്ലാ ഗ്രാമങ്ങൾക്കകത്തും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാവുകയാണ്. പെരിയാറിൻ്റെ കൈവഴികളാണ് ഈ എറണാകുളം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിലെ ഓരോ പ്രദേശവും. അതുകൊണ്ട് തന്നെ നമുക്ക് അനിയന്ത്രിതമായ വിധത്തിൽ അണക്കെട്ട് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ മഴക്കാലത്തും പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന മറ്റു തരത്തിലുള്ള വെള്ളപ്പൊക്കവും വേലിയേറ്റവുമൊക്കെ ഈ മേഖലക്കകത്ത് ജനജീവിതം തന്നെ ദുസ്സഹമാക്കുകയാണ്. അതിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.